ഭർത്താവിന്റെ അപകട മരണത്തിൽ നഷ്ടപരിഹാരവും ഇൻഷുറൻസ് തുകയും തട്ടിയെടുത്തെന്ന പരാതിയുമായി യുവതി രംഗത്ത്. ഖത്തറിൽ ജോലിക്കിടെ മരിച്ച കൊച്ചി സ്വദേശി താഹ അബ്ദുൽ അസീസിന്റെ ഭാര്യ രഹനയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഭർത്താവിന്റെ പിതാവ് പണം തട്ടിയെടുത്തെന്നും പലതവണ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നുമാണ് യുവതി റിപ്പോർട്ടറിനോട് പറഞ്ഞത്. നവംബർ 30 കൊച്ചി പെരുമ്പടപ്പ് സ്വദേശി താഹ അബ്ദുൽ അസീസ് ഖത്തറിൽ ജോലിക്കിടെ അപകടത്തിൽ മരിച്ചത്. കടലിൽ നിന്ന് മണ്ണെടുക്കുന്നതിനിടെ എക്സ്കവേറ്റർ മറിഞ്ഞായിരുന്നു അപകടം. താഹയുടെ മരണത്തോടെ വഴിയാധാരമായ ഭാര്യ രഹനയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന് അപകട മരണത്തിന്റെ നഷ്ടപരിഹാരമോ ഇൻഷുറൻസ് തുകയോ ലഭിച്ചില്ല. KMCC എന്ന് പറഞ്ഞൊരു സംഘടനയാണ് ഫണ്ട് പിരിവെടുത്തിരിക്കണം. എൻ്റെ ഭർത്താവിന്റെ ഫോട്ടോയും എൻ്റെ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഈ ഫണ്ട് പിരിവ് നടത്തിയിരിക്കണം. ഭർത്താവിന്റെ മാമാടെ മോനും ഭർത്താവിന്റെ വാപ്പയും സ്പോൺസറും കൂടി പറ്റിച്ചെടുത്തതാണെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായി. ആദ്യം ഒന്നും മനസ്സിലായില്ല. താഹയുടെ മരണത്തോടെ രഹനയും മക്കളും ഒറ്റപ്പെട്ടു. ഇൻഷുറൻസ് തുകയും താഹയുടെ പേരിൽ പിരിച്ചെടുത്ത ലക്ഷങ്ങളും താഹയുടെ കുടുംബം തട്ടിയെടുത്തെന്ന് രഹന. ഭർത്താവിന്റെ ബോഡിയായിട്ട് വന്നത് നജീബ് ഗുരുവായൂർ എന്ന് പറഞ്ഞ ഒരാളും, അതായത് അത് ഭർത്താവിന്റെ മാമാടെ മോനാണ്. അവനാണ് പറഞ്ഞേക്കണത് കേസിന് പോകാനാണ് തീരുമാനമെങ്കിൽ വീട് കയറി വെട്ടുമെന്ന്. എൻ്റെ ഭർത്താവ് മരിച്ച കമ്പനിയുടെ ഒറിജിനൽ ഡോക്യുമെന്റ് ഇന്നും എൻ്റെ ഭർത്താവിൻ്റെ വാപ്പാട കസ്റ്റഡിയിലുണ്ട്. ഈ കമ്പനി ഏതാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയിലേക്ക് ഈ കുട്ടികൾ നഷ്ടപരിഹാരത്തിന് പോകാതിരിക്കാനാണ് ഒറിജിനൽ ഡോക്യുമെന്റ് കയ്യിൽ വെച്ചിരിക്കണം. ഭർത്താവിന്റെ മരണത്തോടെ ജീവിതം വഴിമുട്ടിയപ്പോൾ കുടുംബത്തിന്റെ നിർബന്ധത്തിൽ രണ്ടാം വിവാഹത്തിൽ 2 പെൺമക്കൾ. താഹയുടെ മരണത്തിന്റെ ഇൻഷുറൻസ് തുക പ്രതീക്ഷിച്ച് വിവാഹം കഴിച്ചയാൾ പണം കിട്ടില്ലെന്നറിഞ്ഞതോടെ ഈ കുട്ടികൾ ഞാനും പോലീസ് സ്റ്റേഷനിൽ, കമ്മീഷണറുടെ ഓഫീസിൽ, കളക്ടറുടെ ഓഫീസിൽ കയറി ഇറങ്ങി മടുത്ത്, വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങി മടുത്ത്. കാരണം ഈ കുട്ടികൾക്ക് ഇന്ത്യൻ എംബസി പാസ്സായി കിടക്കണം. 2.5 ലക്ഷം രൂപയാണ് ഇന്ത്യൻ എംബസി കൊടുക്കുന്നത് പറഞ്ഞാൽ ആ ഒരു എമൗണ്ടിന് വില്ലേജിൽ നിന്ന് ഞങ്ങൾക്കൊരു പേപ്പർ കിട്ടണം. ആ ഒരു പേപ്പർ പോലും വില്ലേജിൽ തരുന്നില്ല. മുഖ്യമന്ത്രിക്കും പോലീസിനും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ പലതവണ പരാതി നൽകി. രാഷ്ട്രീയ സ്വാധീനത്തിൽ രഹനയുടെ പരാതികളെല്ലാം നീതി കാണും മുന്നേ തഴയപ്പെട്ടു. താഹയുടെ അപകട മരണത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കണം. താഹയുടെ 2 മക്കളുടെ ജീവിതമെങ്കിലും സുരക്ഷിതമാക്കണം. 9 വർഷം നീണ്ട നീതികേട് അവസാനിപ്പിക്കാൻ അധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.